ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ എൻ്റെ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുകയാണ്. ഈ വചനത്തിനെ തൃക്കരങ്ങൾ സമർപ്പിക്കുകയാണ്, അടിയനെ താഴ്ത്തുകയാണ്. പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും കൃപയിലും ദൈവം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല തടസ്സത്തെ ഞാൻ ശാസിക്കുന്നു, ഭർസിച്ച് മാറ്റുകയാണ്. വചനത്തിൻ്റെ വർമ്മങ്ങൾ, ആഴങ്ങൾ വെളിപ്പെടണം. ഇതിനകത്ത് വിടുതൽ നടക്കണം, അത്ഭുതങ്ങൾ നടക്കണം, സൗഖ്യം നടക്കണം. കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന മന്ന TV-യിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബിൽ കേൾക്കുന്ന സകലവർക്കും ഇന്ന് വലിയൊരു വിടുതലായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ മന്ന ദൈവം വിളമ്പണം. ആദ്യം മുതൽ അവസാനം വരെയും അധ്യക്ഷനായിരിക്കണം. ഈ ശുശ്രൂഷയുടെ പൂർണ്ണമായി അവിടെ സമർപ്പിക്കുന്നു, അടിയനെ താഴ്ത്തുന്നു. ദൈവമേ, ഈ വചനത്തിൻ്റെ ആഴങ്ങളിൽ വെളിപ്പെടുവാൻ, തൻ്റെ മക്കൾക്ക് ആവശ്യമായ മന്ന തരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞാൻ യേശുവിന് കൊടുക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ ഇന്ന് യെശയ്യാവിൻ്റെ പുസ്തക വാക്തത്വ വചനം 61-ന്റെ 10-ാമത്തെ വാക്യമാണ്. 11 നമ്മുടെ ഈ വർഷത്തെ വാക്തത്വ വചനം. 11 ഭൂമി തൈകളെ മുളപ്പിക്കുന്ന പോലെയും തോട്ടത്തിനകത്ത് വിത്തിനെ കിളിർപ്പിക്കുന്ന പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണുക നീതിയും സ്തുതിയും മുളപ്പിക്കും. ഈ വർഷം ദൈവം മുളപ്പിക്കും. നീതി മാത്രമേ മുളയ്ക്കത്തുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നീതി മാത്രമേ മുളയ്ക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനകത്ത് നീതി മാത്രം, പ്രാർത്ഥിക്കാത്ത കുടുംബത്തിനകത്ത് കള, അതാണ് അനീതി. അപ്പോൾ നമ്മളെല്ലാവരും പറയണം, എൻ്റെ കുടുംബത്തിനകത്ത് ദൈവനീതി മാത്രമേ മുളപ്പിക്കാവൂ. അപ്പോൾ നീതി നമുക്ക് കിട്ടണം. മഹത്വം, ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ. ഈ കാലഘട്ടങ്ങളിൽ ദൈവമക്കളെ കടന്നു പോകുന്നത് വളരെ ഭയങ്കരമായ ഭീകര അന്തരീക്ഷത്തിലൂടെയാണ്, ഞെട്ടിക്കുന്ന വാർത്തയിലൂടെയാണ് കടന്നു പോകുന്നത്. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത പ്രതികൂലത്തിൻ്റെ മധ്യയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം നീതിമാനായി നമ്മുടെ കൂടെ ഇരിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് വേണം. ഇന്ന് ഈ നൂറ്റാണ്ടിൽ ആരും പറയില്ല എനിക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം വേണ്ട എന്ന്. എന്നെ ദൈവം സഹായിക്കേണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കാം. ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? ഇതിനകത്ത് വരുന്നവരെല്ലാവരും പറയും. പക്ഷേ വെളിയിലൊരു കൂട്ടരുണ്ട്, എനിക്ക് യേശുവിനെയും വേണ്ട, യേശുവിൻ്റെ സംരക്ഷണവും വേണ്ട, എനിക്ക് യേശുവില്ലാതെ ജീവിക്കാൻ പറ്റുമോ നോക്കട്ടെ. ചാനലിലൂടെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിശ്വാസിയാണ്. അങ്ങനെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശ്രമിച്ച് നോക്ക്. ഒരല്പം മാത്രം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നാൾ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ മുമ്പോട്ടും പോകാൻ പറ്റത്തില്ല, ബാക്കിലോട്ടും പോകാൻ പറ്റത്തില്ല. സ്ട്രക്കായി ചില പശ പോലെ ഒട്ടിച്ചതുപോലെ ആയിപ്പോകും. നമുക്കൊരു വിടുതലെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചലിക്കണമെങ്കിൽ ദൈവം പ്രവർത്തിച്ചാലേ പറ്റൂ. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. ഇന്ന് ആനന്ദിക്കുന്നവർ മാത്രം ഇതിനകത്ത് ഇരുന്നാൽ മതി, കേൾക്കുന്നവരൊക്കെ. കഴിഞ്ഞ കുറേ ദിവസം കൊണ്ടേ പ്രസംഗം കേട്ട് കരഞ്ഞ്, ചിലർന്ന് സഹിക്കാൻ പറ്റിയില്ല, ചിലർക്ക് ഇരിക്കാൻ പറ്റിയില്ല, ചിലർക്ക് ഒരുപാട് വേദനയുണ്ടായി. അതിൻ്റെ നടുവിൽ വാക്തത്വ വചനം പറയുന്നു, നിങ്ങൾ ഈ വർഷം യഹോവയിൽ ഏറ്റവും ആനന്ദിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആനന്ദിക്കാൻ പോവുകയാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കാൻ പോകുക, ദൈവത്തിൽ ആനന്ദിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ ആനന്ദിക്കാൻ പോകുക. ദൈവത്താൽ ഞാൻ യേശുവിനാൽ ആനന്ദിക്കാൻ പോകുക. എൻ്റെ വിഷയത്തിൻ്റെ മേൽ ഞാൻ ആനന്ദിക്കാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാനന്ദിക്കത്തക്ക വണ്ണം ദൈവത്തിൽ നമ്മൾ ആനന്ദിക്കുന്നുണ്ട്. ദൈവത്തിൽ ആനന്ദിക്കണം. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. ഈ വിഷയം ഈ വർഷത്തിൻ്റെ ഒരു വാഗ്ദത്ത വചനത്തിൻ്റെ മേൽ വിടുതലാണ് വരാൻ പോകുന്നത്. നിങ്ങൾ കാത്തിരിക്കുന്ന, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിഷയത്തിൻ്റെ മേൽ മറുപടി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോവുകയാണ്. നമ്മുടെ സന്തോഷം എങ്ങനത്തെ സന്തോഷം? ആനന്ദ സന്തോഷമായിരിക്കും. ഞാൻ യഹോവയിൽ ദൈവത്തെ ഏറ്റവും ആനന്ദിക്കും. നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോവുകയാണ്. അതാ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവ, സർവശക്തനായ ദൈവ നിന്നെ ചേർത്ത് പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോവുകയാണ്.
ഞാൻ ഏറ്റവും ആനന്ദിക്കും. എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിക്കും. നിങ്ങളുടെ ഹൃദയം എവിടെയാ? ദൈവത്തിൽ സന്തോഷിക്കണം. ഈ വചനം കേൾക്കുമ്പോ നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ, നിങ്ങളുടെ വിഷയം ആരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്? കർത്താവായ ദൈവത്തിന്റെ കയ്യിൽ. നിങ്ങൾ മനുഷ്യന്റെ കയ്യിലല്ല കൊടുത്തിരിക്കുന്നത്, ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് മറുപടി വരുന്നുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം, ആഴത്തിലേക്ക് ഇറങ്ങുന്നവർക്കായി സ്തോത്രം. അത് ദൈവത്തിലാ കൊടുത്തിരിക്കുന്നത്. ഇത് പറയുമ്പോൾ പലർക്കത് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഒരുപോലെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയട്ടെ, ഇത് പറയുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, എല്ലാവർക്കും ഒരുപോലെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. അത്ഭുതം നടക്കുമെന്നും വിടുതൽ എടുക്കുമെന്നും നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ പ്രതീക്ഷയില്ല. ഇത് പറയണേ, ഞാൻ ഞങ്ങൾ കുറേ കൊണ്ട് കേൾക്കുക തന്നെ, ഇത് കുറേ വർഷം കൊണ്ട് ഞങ്ങൾ കേൾക്കണ ഒരു കാര്യം തന്നെയാണ്. ഞങ്ങളുടെ ചെവിയിലൊക്കെ കേട്ട് എന്താണ്, നല്ല തഴമ്പ് വന്നിട്ടുണ്ട് അല്ലേ? പാസ്റ്റർമാരെല്ലാവരും എവിടെ നോക്കിയാലും നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. ഇതെല്ലാം കേട്ട് ഞങ്ങളുടെ ചെവിയിൽ നല്ല തഴമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, തഴമ്പ് വന്ന വിഷയത്തിൻ്റെ മേൽ മറുപടി വരാൻ പോവുകയാണ്. അത് ഈ വർഷത്തിൻ്റെ മേൽ, ഈ മാസം ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, മാർച്ച് 31 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ, ഞാൻ എഴുതിയിട്ടോ, ഏറ്റെടുത്തോ. മാർച്ച് 31 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ഒരു ദൈവ പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കും. ഇത് വെറും വാക്കല്ല, തിരുവചനം വിളിച്ചു പറയുന്നു. അതിനകത്ത് സന്തോഷിക്കുന്ന ഒരു മറുപടി വരുന്നുണ്ട്. ഹല്ലേലൂയ. മറുപടികൾ പല രീതിയിലാണ്. മറുപടി ഇല്ലാത്ത വിഷയമായി, ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയം, ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. അത് വ്യക്തിപരമായിരിക്കാം, അല്ല നിങ്ങളുടെ വ്യക്തിപരമായിരിക്കാം, കുടുംബപരമായിരിക്കാം. എങ്ങനെയായാലും ഒരു ആനന്ദം അതിനകത്ത് വരുന്നുണ്ട്. ഒരു ആനന്ദം അടുത്ത മാസം എന്നല്ല, അല്ല ഡിസംബർ 31 അല്ല ഞാൻ വിളിച്ചു പറയുന്നത്. ഡിസംബർ 31 ആവട്ടെ, അപ്പോഴൊരു അത്ഭുതം കാണാം എന്നല്ല. ഈ മാസം ഇന്ന് തീരെത്ര, ഈ വാക്തത്വ വചനത്തിന്റെ ദൂതാ ഞാൻ വിളിച്ചു പറയുന്നത്. വാക്തത്വ വചനത്തിന്റെ ദൂതാ വിളിച്ചു പറയുന്നത്. ഈ 15 ദിവസത്തിനകത്ത് വെച്ച് ഒരു അത്ഭുതം സംഭവിക്കാൻ പോണെന്ന്. ഹല്ലേലൂയ. നടക്കാത്തൊരു മറുപടി, ഒരു വലിയൊരു ദൈവ പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് അത് സ്വീകരിക്കുക. ഇത് പറയുമ്പോ തന്നെ നിങ്ങൾ സ്വീകരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, അതിനെ ബ്ലെസ് ചെയ്തട്ടെ. രഗനാധീന രഗനെ വൈഡവ രാജപദീന രഗനെ അസ്തല പ്രൗഢവ രാജപദീന രഗനെ അടവന രാജപദീന രഗനെ ശംദൽ പ്രൗഢവ രാജപദീന രഗനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ചാനലിലൂടെ കേൾക്കുന്നവരോട് പറയാ, യൂട്യൂബിലൂടെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെ ചിലപ്പോൾ കാര്യമായിരിക്കാം, തലമുറ വിഷയമായിരിക്കാം. വിദേശത്ത് പോകുവാൻ വെയിറ്റ് ചെയ്യുന്നവരോട് പറയാ, ഈ മാസം 31 നീ പറന്നിരിക്കും, നിന്റെ തലമുറകൾ കയറിയിരിക്കും. ആമേ, ഹല്ലേലൂയ. ചില വിവാഹ തടസ്സമായിരിക്കാം, പ്രായങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞു, വിവാഹത്തിന്റെ മേൽ കൈ കൊടുക്കുന്ന ദിവസമായിരിക്കാം. ഇന്ന് ഒന്നല്ല, വിശ്വസിക്കുന്നവർക്ക് വ്യത്യസ്തമായ വിടുതലായിരിക്കാം. ചിലപ്പോൾ ജോലി സംബന്ധമായി ആ ജോലിയിൽ നിന്നും ഒരു പ്രമോഷൻ ആയിരിക്കാം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേ, തലമുറകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് നിന്നും ഒരു പ്രമോഷനാ ദൈവം ഒരുക്കുന്നത്. ചിലപ്പോൾ ഭവനത്തിന്റെ കാര്യമായിരിക്കാം. നിങ്ങളുടെ ഭവനങ്ങൾ ഒന്ന് പണിയണം, അല്ലെങ്കിൽ ഭവനം ഒന്ന് വിൽക്കണം, അല്ലെങ്കിൽ ഒന്ന് വിറ്റിട്ട് വേറൊന്ന് വാങ്ങണം. എന്നാൽ വ്യത്യസ്തമായി നമ്മൾ ഒരു വിഷയം അല്ലല്ലോ ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ദൈവമക്കൾക്ക് ഒരു വിഷയമല്ല, 1000 വിഷയങ്ങളാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഒരു വിഷയം മാത്രം പറയാനല്ല ഞാൻ പ്രതിക്കുന്നത്. 1000 വിഷയത്തിന്റെ മേൽ സകലത്തിന്റെ ഉത്തരം തരുന്ന യേശു ക്രിസ്തു എന്ന നാമത്തിൽ, ആമേ, സകലത്തിന്റെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു നാമമായ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയുന്നു. അതിന്റെ മേൽ പ്രവർത്തിക്കുന്ന ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്.
നിങ്ങൾ അതിനെ സ്വീകരിക്കേ. ആമേൻ, ഹല്ലേലൂയ. മറുപടിക്ക് വേണ്ടി ചില കോടതി സംബന്ധമായ വിഷയത്തെ കുറിച്ച് പറയുക. കോടതിയിൽ തീർപ്പില്ലാത്ത കിടക്കുന്ന വിഷയത്തിന്റെ മേൽ കോടതിയിൽ തീർപ്പില്ലാതെ എത്ര വർഷം കൊണ്ട്, ചില വർഷം കൊണ്ട് ഇറങ്ങുന്ന വിഷയത്തിന്റെ മേൽ മറുപടി ഈ മാസം സംഭവിക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ മാസം 31 മറുപടി, ഒരു തീർപ്പ്, ഒരു വിജയത്തിന്റെ ഒരു മറുപടി ദൈവം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കേസുകൾ അവസാനിപ്പിക്കുന്ന വർഷമാണ് ഈ 31. ദൈവപ്രവൃത്തി നമുക്ക് ആരംഭിച്ചിട്ടുണ്ട്. ദൈവസഭയിൽ ദൈവപ്രവൃത്തികൾ ആരംഭിച്ച ദിവസമാണ് ഈ മാസം. ഇനിയുള്ള ശേഷിക്കുന്ന ദിവസങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കണം. എന്നാൽ ലൂക്കോസ് സുവിശേഷം 15:22 വാക്യം വായിക്കാം. ലൂക്കോസ് 15:22. തന്റെ ദാസന്മാരോട് പറഞ്ഞു, വേഗം പോയി മേൽത്തരമായ ഒരു അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. മേൽത്തരമായി. എന്നാൽ അതിൻ്റെ 18 പോകുമ്പോൾ, 15:18 പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താ സംഭവിച്ചതെന്ന്. കാരണം 18, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. വായിച്ചോ. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ 21 വരെ വായിച്ചോ. എന്ന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ എന്ന് പറഞ്ഞു. ആമേൻ. ശ്രദ്ധിക്കുന്നു. ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ മുടിയനായ ഒരു പുത്രൻ്റെ കഥയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൻ്റെ കൂടെ ഇരുന്ന സമയത്ത് ഒരു ഷെയർ ഇളയവൻ, 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ എന്നാൽ അപ്പനോട് നിന്ന സമയത്ത് പറഞ്ഞു, എനിക്കെല്ലാം ഷെയർ വേണം, എല്ലാവർക്കും ഷെയർ വയ്ക്കുന്ന സമയമാണ്, ഷെയറിലൊക്കെ വാങ്ങിച്ചിരുന്നു. ഇനി അപ്പൻ്റെ കൂടെ ഒന്ന് ജീവിച്ചിട്ട് കാര്യമില്ല, എനിക്കൊന്ന് അടിച്ച് പൊളിക്കണം. അപ്പൻ്റെ കൂടെ അടിച്ച് പൊളിക്കാനുള്ള ചാൻസൊക്കെ കുറവാണ്. അപ്പൻ്റെ കൂടെയൊക്കെ ജീവിക്കുമ്പോൾ, അമ്മയുടെ അടുത്തൊക്കെ ജീവിക്കുമ്പോൾ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇന്ന് നമുക്ക് വേസ്റ്റൊന്നും നഷ്ടമൊന്നും വരാൻ പാടില്ല. അതെല്ലാം അപ്പം കെയർ ചെയ്യും, പാഴ്ചലൊന്നും പാടില്ല. അപ്പോൾ അതെല്ലാം കയറി. പക്ഷേ ഈ മകൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു മനസ്സിനുണ്ടായ സ്വാർത്ഥ മുഖാന്തരം അവൻ ഇവിടുന്ന് അപ്പൻ എന്നുള്ള ഷെയർ വാങ്ങിച്ചു, ദൂരെ പോയി, വളരെ വിദൂരത്തിൽ പോയി. പക്ഷെ അവിടെ പോയി എല്ലാം നശിപ്പിച്ചു. കൂട്ടുകാരുടെ കൂടെ പാപവഴിയിലൂടെ പോയി എല്ലാം നശിപ്പിച്ചിട്ട് അവസാനം പട്ടിണി കിടക്കേണ്ടി വന്നു. അവസാനം ഒരു ജോലിക്ക് വേണ്ടി പോയി പന്നി വളർത്തുക. അവിടെ ചെന്ന് പന്നിക്ക് കൊടുക്കണം തിന്നാൻ നോക്കി, പക്ഷെ അതും കിട്ടിയില്ല. അവസാനം അവന് സുബോധം വന്നു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷേ അപ്പൻ്റെ വീട്ടിൽ വെച്ച് ഒരു അങ്കി ഉണ്ടായിരുന്നു, അപ്പൻ കൊടുത്ത രക്ഷ എന്ന അങ്കി. ഇത് വലിച്ചൂരി മുഖത്തെറിഞ്ഞിട്ടാണ് പോയത്. ഇന്ന് തലമുറകളെക്കുറിച്ച് പറയുക, നിനക്ക് അപ്പൻ തരുന്ന സ്വർഗത്തിലെ അങ്കിയെ വലിച്ച് അപ്പൻ്റെ മുഖത്ത് എറിയുന്നോട് പറയുക. നിന്റെ സ്വന്തം ഇഷ്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ക്ലച്ച് പിടിക്കൂല. അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടെ പോകണം. ഈ പ്രസംഗിക്കുമ്പോൾ എൻ്റെ വായിന്ന് പറഞ്ഞ കാര്യം, നിങ്ങൾ അമ്മമാരല്ലേ, നിങ്ങളെ മക്കളില്ലേ, സഹോദരന്മാരെ, ഇന്ന് നിങ്ങളെ മക്കൾ ഈ അപ്പ അഴുക്കയാണ്, അപ്പൻ വൃത്തികെട്ടവനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദയങ്ങൾ സഹിക്കുമോ? അതിനെക്കാട്ടിലും അമ്മ പെറ്റു വളർത്തിയ 10 മാസം ചുമന്ന് വളർത്തി നിങ്ങൾ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ തറയിൽ വെക്കാതെ വളർത്തിയ മകൻ പറയുകയാണ്, അല്ലെ മകള് പറയാണ്, ഈ അമ്മ അഴുക്കയാണ് എന്ന് പറഞ്ഞാൽ ഏതമ്മ സഹിക്കും? അത് സ്വന്തം അപ്പനോട് പറയുകയാണ്. ഈ അമ്മ വേറൊരാളുടെ ജീവിക്കുന്നത് കണ്ടു. ആരോപണങ്ങൾ ആരോപിച്ചപ്പോ മകന്റെ വാക്ക് കേട്ട് വീണുപോയ പിതാവ് ഒരു കുടുംബ ജീവിതം തകർന്നുപോയ അനുഭവത്തിലേക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്നാൽ യേശുവിനെ മുറുകെ പിടിച്ച അമ്മ യേശുവിനെ മുറുകെ പിടിച്ചെന്ന് പറഞ്ഞു, എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ സത്യം മുളയ്ക്കും. സത്യത്തിന്റെ കൂടെ നിന്നു. ചില അനുഗ്രഹത്തിനോട് വെയിറ്റിംഗ് ആണ്. ഇന്നല്ലെങ്കിൽ നാളെ സത്യം ജയിക്കും. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോ മകന്റെ ജീവിതത്തിലേക്ക് കൂട്ടുകാരുണ്ടായിരുന്നു,
ബന്ധുക്കളാണ് എല്ലാവരും വഴിതെറ്റിച്ചത്. അവർ ബന്ധുക്കളാ കൂടുതൽ. അവരുടെ തലയിൽ തലാണ് മന്ത്രം പറയുന്നു, കൂട്ടുകാരെ പറയുന്നു. പക്ഷേ വല്ലാത്ത രീതിയിൽ പക്ഷേ ഒരു ദൈവ പ്രവൃത്തിയോടെ വെളിപ്പെട്ടപ്പോ അമ്മയുടെ അടുത്ത് മടങ്ങി വന്നതുപോലെ ഇതാ ഒരു മകൻ പറയുന്നു, ഇതാ ഇതിനകത്ത് മുടിയനായ പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടു. ചിലത് നഷ്ടപ്പെട്ടാൽ ഇതേ വെളിപ്പെടുത്തുള്ളൂ. നിന്റെ കൂട്ടുകാർ നിന്നെ വിട്ടുപോകണം, നിന്റെ നന്മ നഷ്ടപ്പെടണം. കയ്യിലുള്ള എല്ലാ പണവും, അപ്പൻ കൊടുത്ത പണം എല്ലാം നഷ്ടപ്പെടുത്തി അവന്റെ ഇഷ്ടത്തിലൂടെ ജീവിച്ചു, പാപത്തിലൂടെ ജീവിച്ചു. എന്നാൽ അവസാനം നഷ്ടപ്പെട്ട സമയത്ത് പറഞ്ഞു, ഞാൻ ഇനി അപ്പന്റെ അടുക്കലേക്ക് പോകും. അവിടെ പറഞ്ഞു, അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു. അവിടുന്ന് മകനെന്ന് പറയാൻ യോഗ്യനല്ല. ഇത് പറഞ്ഞ് അവിടെ നിന്നൊരു മാനസാന്തരപ്പെട്ട് ദൈവസന്നി നിരപ്പ് പ്രാപിച്ച് അടുത്ത് തിരുസനിലേക്ക് വരുമ്പോ അടുത്ത് കയറി വരെ പറയാണ്, ഞാൻ അപ്പന്റെ അടുക്ക് പോകും. ഇന്ന് ഈ വചനം കേൾക്കുന്നവരെ, പാപത്തിൽ വീണു പോയവരെ, ഇന്ന് എവിടെയെങ്കിലും നീ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ പറ, ഒരു മാനസാന്തരം മടങ്ങി വരവനെ കാണിക്കുന്നുണ്ട്. നിന്റെ തെറ്റ് തിരുത്തണം. ഇതിനകത്ത് തെറ്റുകൾ വന്നവരോട് പറയുക, തെറ്റ് തിരുത്തണം. തെറ്റിനെ കണ്ട തെറ്റെന്ന് പറഞ്ഞ് തിരുത്തി വരുവാൻ നമ്മൾ ആരുടെ പക്ഷത്തേക്കും ഇന്ന് നമ്മൾ തെറ്റ് പറയുന്നത് ശരിയുടെ ഭാഗത്ത് മാത്രമേ നിൽക്കൂ. ദൈവം നീതിമാനായതുകൊണ്ട് നമ്മൾ ശരി എന്നുള്ള ഭാഗത്ത് എവിടെയാണോ ശരി അവിടെ. ഇപ്പൊ പാസ്റ്ററാണ് ശരിയാണ് പറഞ്ഞെങ്കിൽ അത് തന്നെയാണ്, തെറ്റെന്നാൽ പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ എവിടെ നമുക്ക് ശരി അവിടെ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ. എന്നാൽ അവൻ സ്വന്തം തീരുമാനമെടുത്തു, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു. അവസാന പരാജയമെന്ന് കണ്ട് അവസാന പട്ടിണി വന്ന് കയ്യിൽ നിന്നെല്ലാം പോയി. കയ്യിൽ ഉള്ളപ്പോൾ പറയും ഞാൻ ജീവിക്കും, കയ്യിൽ 10 പണം വരെ പറയും ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കും. ഒരു കാര്യം ഞാൻ പറയട്ടെ, കയ്യിലിരുന്നാലും ബാങ്കിൽ ഇരുന്നാലും അതിന്റെ അക്കൗണ്ടിൽ കിടന്നാലും അനുഭവിക്കണമെങ്കിൽ സ്വർഗം വിചാരിക്കണം. സ്വർഗം വിചാരിക്കണം. നിനക്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും അല്ല വീട്ടിനകത്തിരുന്നാലും എവിടെ ഇരുന്നാലും അനുഭവിക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം വിചാരിക്കണം. ഹല്ലേലൂയ. പക്ഷെ കയ്യിരുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഇഷ്ടപ്രകാരത്തെല്ലാം ആവശ്യമില്ലാതെ അടിച്ചു കളഞ്ഞു. കൂട്ടുകാരുണ്ടായിരുന്നു, 10 പണമുള്ളപ്പോ കൂട്ടുകാർ വരും. എല്ലാം ദൈവമക്കളെ, ഞാൻ കൂട്ട് വേണ്ടെന്നല്ല, ദൈവഹിതമില്ലാത്തൊരു കൂട്ട് കിട്ടരുത്. നമ്മൾ ആരെങ്കിലും കൊടുത്തൊരു ഹോസ്റ്റലെടുത്തൊരു ചായ കുടിക്കാൻ പോയാൽ നമ്മൾ കടപ്പെട്ടിരിക്കും. എനിക്കതുകൊണ്ട് അങ്ങോട്ടും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും വേണ്ട. ഹല്ലേലൂയ. ഒരു കൂട്ട് നമുക്ക് വേണ്ടെന്നേ. നമ്മൾ ആത്മീയമായൊരു കൂട്ട് മതി. ദൈവഹിതമില്ലാത്ത കൂട്ടുകൾ പലപ്പോഴും ദോഷത്തിലോട്ട് പോകുന്നുണ്ട്. ഈ മകന്റെ കൂട്ടുകെട്ട് അവന്റെ പരാജയത്തിലോട്ട് പോയി, അവനെ പട്ടിണിയിലേക്ക് കൊണ്ടുപോയി. എല്ലാം നഷ്ടപ്പെട്ടപ്പോ ആത്മീയമായ കണ്ണു തുറന്നു പറഞ്ഞു, ഞാൻ പാപം ചെയ്തു. ആദ്യം നിന്റെ അപ്പനോട് പാപം ചെയ്ത് ഏറ്റു പറയും ഒരു മനസ്സ് വന്നു. അവിടെ നിന്ന് മടങ്ങി വന്നു. മാനസാന്തരത്തിലൂടെ മടങ്ങി വന്ന സമയത്ത് അവസാനം അതിന്റെ ലൂക്കോസിന്റെ 15:21 വാക്യം, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കോളാം, ഈ മകൻ വരുന്ന സമയത്ത് തടിച്ച ഈ മകന് വേണ്ടി ഒരു തടിച്ച കാളക്കുട്ടി, ഏറ്റവും ബെസ്റ്റായ സാധനം, ഒരു സന്തോഷം അതിനകത്ത് അനുഭവിക്കുകയാണ്. നഷ്ടപ്പെട്ട മകൻ തിരിച്ചു വരുമ്പോ അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സ്വർഗത്തിലെ ദൈവം തരാൻ പോകുന്നത്. അടുത്ത് പറയുന്നു, അവൻ കാണാതെ പോയിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. അടുത്ത് പറയാ 22 വാക്യം, അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം വരാൻ പറഞ്ഞു. അവന് വേഗം വരാ. ഈ ഉത്സവത്തിന് മുമ്പേ അന്ന് ആഹാരമുണ്ട്, അതിനുള്ള സന്തോഷമുണ്ട്. അതിനുമ്പേ മകനൊരു വന്ന സമയത്ത് അവനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോനെന്ന് പറയാൻ പോലും പറ്റുന്നില്ല. കുളിയില്ല, നനവില്ല, തലമുടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയോ ഇന്നത്തെ പയ്യന്മാർ കണ്ടിട്ടുണ്ടോ അതുപോലെ നടക്കുകയാണ്. ഇന്നത്തെ പയ്യന്മാരെ കണ്ടിട്ടുണ്ടോ? എന്തൊരു വളർത്തിയെന്ന് എനിക്കറിയത്തില്ല, വീട്ടിൽ കയറ്റിയിരുത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആ ഒരു രൂപം അല്ലേ, ആണെന്നറിയാൻ പറ്റുന്നില്ല, പെണ്ണെന്നറിയാൻ പറ്റുന്നില്ല, എന്തൊക്കെ ആയിക്കോട്ടെ എല്ലാ രൂപത്തിൽ കിടന്നവനെ എൻ്റെ മകനെ നേരെ കുളിപ്പിക്കണം. അവൻ ആത്മീയലാത്തെ കുളിപ്പിക്കണം. അവൻ ആത്മീയലൊന്ന് കുളിപ്പിച്ച് നേരെയാക്കിയിട്ട് അവൻ എടുത്തിരുന്നു. ഈ മകന് വേണ്ടി എന്ത് ചെയ്യണം? അവന് മേൽത്തരമായ നല്ല കൊടുക്കണം. അവനോട് വേഗത്തിൽ മേൽത്തരമായ ഒരു അങ്കി കൊണ്ടുപോ. നഷ്ടപ്പെട്ട അങ്കി,
അപ്പന്റെ അടുത്ത് തിരിച്ചു വരുമ്പോൾ അത് മടങ്ങി വരുന്നുണ്ട്. അതാ രക്ഷ എന്ന രക്ഷാവസ്ത്രം. നഷ്ടപ്പെട്ട അങ്കി എവിടെ നഷ്ടപ്പെട്ടു പോയോ 2025 ദൈവം നിനക്ക് തിരിച്ചു തരുന്നുണ്ട്. നീ മടങ്ങി വരുമ്പോ, ദൈവത്തിന്റെ സ്ഥലം മടങ്ങി വരുമ്പോ നഷ്ടപ്പെട്ട അങ്കിയെ ഇതാ തിരിച്ചു പറയുന്നുണ്ട്. മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. ഇവന്റെ കൈക്ക് മോതിരമിടുവൻ, കാല് ചെരിപ്പിടുവൻ. ഹല്ലേലൂയ. ഇതെല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നു. പക്ഷേ അപ്പൻ്റെ നഷ്ടപ്പെട്ട അങ്കിയെ നഷ്ടപ്പെട്ട് നിസ്സാരമായിട്ട് ഇപ്പൊ നമുക്കൊരു അങ്കി തന്നിട്ടുണ്ട്. രക്ഷ എന്നൊരു അങ്കിയുണ്ട്. അത് നഷ്ടപ്പെടല്ലേ, അത് നഷ്ടപ്പെടല്ലേ. അത് ദൈവം ഉടുപ്പിക്കുന്നതാണ്. മേൽത്തരമായിരിക്കും. ദൈവം തരുന്നത് സാധാരണ അങ്കിയല്ല. രക്ഷ എന്നത് സാധാരണയല്ല, അത് അനുഗ്രഹമായി മേൽത്തരമായിരിക്കും. നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ആമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 24 പറയുന്നു, നീ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരങ്ങനെ ആനന്ദിച്ചു തുടങ്ങി. ആനന്ദിച്ചു തുടങ്ങി. എവിടെയാ വചനം പറയുന്നുണ്ട്? ഞാൻ യഹോവയിൽ ആനന്ദിച്ചു തുടങ്ങി. ആമേ, യെശയ്യാ 61:10 വാക്യത്തിൽ ഞാൻ ദൈവത്തിൽ ആനന്ദിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 37 ഒറ്റ ഭാഗം എടുത്ത് പെട്ടെന്ന് തീർക്കാം. ഉൽപ്പത്തി പുസ്തകം 37 അതിന്റെ 3ഉം 4ഉം. യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവന് ഉണ്ടാക്കി. നോക്കിക്കോളണം. 37:3-4 വാക്യത്തിൽ യോസഫ് വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ട് ഇസ്രായേൽ, അതായത് യാക്കോബ്, എല്ലാ മക്കളും വെച്ച് അവന് അധികം സ്നേഹിച്ചു. ഒരു നിലയെങ്കിൽ അവന് ഉണ്ടാക്കി കൊടുത്തു. നിന്റെ മക്കൾ വെച്ച് ഏറ്റവും നല്ല മക്കളാണെങ്കിൽ, നീ ദൈവത്തെ അറിഞ്ഞ മകളാണെങ്കിൽ നിനക്കൊരു ദൈവം എപ്പോഴും നിലയെങ്കിൽ അവന് ധരിപ്പിച്ചു കൊടുത്തു. ഇത് കൊടുത്തപ്പോ ചേട്ടന്മാർക്ക് മിണ്ടായിരിക്കുമോ? 11 സഹോദരന്മാരുണ്ടായിരുന്നു, അല്ലേ? 11 സഹോദരന്മാരുണ്ടായിരുന്നു. ഈ നിലയെങ്കിൽ ആര് കൊടുത്തു? ഇസ്രായേൽ കൊടുത്തു. അതാ യാക്കോബ് കൊടുത്തു. അപ്പോൾ അതിന്റെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ നിന്നും അതിന്റെ 37:37 പിന്നെ അവർ ഒരു കോലാട്ടുകുരനെ കൊന്ന് യോസേഫിന്റെ അങ്കി എടുത്ത് രക്തത്തിൽ മുക്കി അവർ നിലയെങ്കി തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. നോക്കിക്കോളാം. അപ്പനൊരു നിലയെങ്കി യോസഫിന് കൊടുത്തപ്പോ സഹോദരന്മാർക്കൊരു അസൂയ വന്നു. എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടു, സ്വപ്നത്തിലൂടെ അവൻ്റെ നിലയെങ്കി നഷ്ടപ്പെടുകയാണ്. സഹോദരന്മാരെ, ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ മാറ്ററല്ല, അങ്കിയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ആ മാറ്റർ വേറെയാ. അങ്കി എവിടെ നഷ്ടപ്പെടുന്നുണ്ട്? സഹോദരന്മാരെ വിവരം അന്വേഷിക്കാൻ വേണ്ടി അപ്പൻ പറഞ്ഞു വിടുകയാണ്. പക്ഷെ ആ സമയത്ത് അവനെ പൊട്ടക്കുള്ളിലോട്ട് തള്ളിയിട്ടു. ആർക്കോട്? മിദ്യാനിയർക്ക് വിറ്റു. ആ വിൽക്കുന്ന സമയത്ത് അപ്പൻ കൊടുത്ത നിലയെങ്കിൽ ഊരിയെടുത്തു. എന്നിട്ടൊരു മൃഗത്തെ കൊന്നിട്ട് അതിനെ രക്തത്തിൽ മുക്കിയിട്ട് അപ്പൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്തു. അപ്പൻ ഇട്ടതിനെ ഊരിയെടുക്കുന്ന സഹോദരങ്ങളുണ്ട്. മറക്കരുത്. ഈ വചനം കേൾക്കുമ്പോൾ സ്വർഗം നിനക്കൊരു അനുഗ്രഹം തരുമ്പോൾ ചില അസൂയകൾ നിന്റെ കുടുംബത്തിനകത്ത് വരുന്നുണ്ട്. ചില അനുഗ്രഹങ്ങൾ നിനക്ക് വരുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് അസൂയകളുണ്ട്. മനസ്സിലാവുന്നു? ഒരു അനുഗ്രഹം വരുമ്പോൾ കുടുംബത്തിനകത്ത് ചിലർക്ക് എന്ത് ചെയ്യും? അസൂയകൾ വരുന്നുണ്ട്. അസൂയയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, നാളെ കണ്ടുപിടിക്കുമായിരിക്കും. അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല, പക്ഷെ അടിയിട്ടും നല്ല ചുട്ട അടിയിട്ടും നിന്റെ അടുത്തിരിക്കുന്ന അനുഗ്രഹം പ്രാപിച്ചാൽ ബ്ലസ് ചെയ്ത് പോകണം. പിന്നെ മുഖമൊക്കെ നമ്മുടെ മറ്റേ വേറൊരാളുടെ മുഖം ഉണ്ടല്ലോ, നമ്മളൊരു കഥകളി കാണിക്കുന്നത്, അവരെ പോലെ ആയി പോവരുത്. കഥകളി കാണിക്കുന്ന ഒരു ഭാവം കാണിക്കും, അങ്ങനെ ആയി പോവരുത്. അല്ലെങ്കിൽ വെള്ളം കോരുന്ന പാത്രം പോലെ ആയി പോകരുത്, അല്ലെങ്കിൽ തീയിൽ വെച്ച് ഉരുകുന്ന പാത്രം പോലെ ആകരുത്. ഒരാളൊരു അനുഗ്രഹം കിട്ടിയാൽ നീ അനുഗ്രഹം ബ്ലസ് ചെയ്യുമ്പോൾ അവർ അനുഗ്രഹത്തിൽ സന്തോഷിക്കണം. എന്നാൽ സഹോദരന്മാർക്ക് അസൂയ തോന്നി. മക്കളിൽ വെച്ച് യോസഫിന് മാത്രം കൊടുത്ത അങ്കിയും അത് മാത്രമല്ല, അവൻ്റെ സ്വപ്നമാണ് തകർത്തത്. സ്വപ്നമാണ് സഹോദരങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടത്.
എന്നാൽ അവനെ സ്വന്തം സഹോദരനെ അവിടെ നിന്ന് കുടുംബത്തിൽ നിന്ന് മിഥ്യാനികർക്ക് വിൽക്കുന്ന സമയത്ത് അവന്റെ അങ്കി ഊരിയെടുത്തിട്ട് പറഞ്ഞു, ഈ മകനെ എന്ത് ചെയ്തു? വായിച്ചു. പിന്നെ അവൻ ഒരു ആട്ടുകൊറ്റനെ കൊന്നു, യോസഫിന്റെ അങ്കിയെടുത്തു, രക്തത്തിൽ മുക്കി അവർ നിലയങ്കി തങ്ങളുടെ അപ്പന്റെ അടുക്കലേക്ക് കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കിട്ടി, ഇത് നിന്റെ മകന്റെ അങ്കിയല്ല, ഇത് നിന്റെ മകന്റെ അങ്കിയാണ്, നോക്ക് പറഞ്ഞു എന്ന് വെച്ചാൽ തെളിവുകൾ വരുന്നുണ്ട്. അവൻ തിരിച്ചറിഞ്ഞു. ചില തുണികളും ചെരുപ്പുകളൊക്കെ വരുമ്പോ തിരിച്ചറിയും, ഇതൊക്കെ നിങ്ങളെ വീട്ടിൽ നിന്നാണ് കിട്ടിയത്. ഹല്ലേലൂയ. അപ്പൊ വസ്ത്രമാണിത് കൊടുത്ത വ്യക്തിക്ക് അറിയാം. ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇപ്പൊ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തിരിക്കുകയാണ്, ഇത് വേറെ ആരെങ്കിലും എടുത്ത് വിളിക്കാൻ പറയും, ഇത് നമ്മുടെ ഡ്രസ്സാണല്ലോ. മോള് പറയും, പപ്പാ ഈ ഡ്രസ്സ് പപ്പ വാങ്ങിച്ചു കൊടുത്തില്ലേ? ആണ്. പിടി വീഴുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു അനുഗ്രഹം നമ്മുടെ മേലുള്ളത് മറ്റുള്ള പോകാൻ പാടില്ല. നിനക്ക് തന്നിരിക്കുന്നത് നിനക്ക് മാത്രമാണ്. അത് യോസഫിനോട് കൊടുത്തപ്പോ, എന്നാൽ ആ യോസഫിനെ മിദ്യാന് വിറ്റ സമയത്ത് സഹോദരന്മാർ അപ്പനെ പറ്റിക്കുവാൻ അങ്കി ഊരിയെടുത്തു. ഒരു ദുഷ്ടമൃഗത്തെ കൊന്നിട്ട് ആ രക്തത്തിൽ മുക്കി അങ്കിയുമായിട്ട് അപ്പനെ ബോധ്യപ്പെടുത്തുകയാണ്. യോസഫിനെ ഒരു ദുഷ്ടമൃഗം തിന്നുകളഞ്ഞു. ശരിക്കും തിന്നുകളഞ്ഞോ? ഇല്ല. രാജ്യത്തെ ഇത് കടത്തി, മറ്റൊരു രാജ്യത്തെ കടത്തി വിടുമ്പോ അപ്പന്റെ അങ്കിയെ വലിച്ചു പറിച്ചെടുത്ത സഹോദരന്മാർ, നിന്റെ അനുഗ്രഹത്തെ സഹോദരങ്ങൾ അസൂയ മൂലം പറിച്ചെടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ സഹോദരന്മാർ ഇന്നത്തെ സഹോദരന്മാരല്ല, പ്രൈസ് അന്നത്തെ സഹോദരന്മാർ പ്രൈസ് ദി ലോർഡ് നഷ്ടപ്പെടുത്തി. എന്നാൽ ഇത് തന്നെ നോക്കുവാൻ പറഞ്ഞു. അതിന്റെ 33-ാമത്തെ വാക്യം, ഇതെന്റെ മകന്റെ അങ്കി തന്നെ, ഇതെന്റെ മകന്റെ അങ്കി തന്നെ, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു, യോസേഫിനെ പറിച്ച് കീറിപ്പോയി എന്ന് പറഞ്ഞു. യോസേഫിനെ പറിച്ച് കീറിപ്പോയി എന്ന് പറഞ്ഞു. അവിടെയും അങ്കി നഷ്ടപ്പെടുന്ന സഹോദരന്മാരാണ്. അങ്കി വലിച്ചെടുത്ത ഉൽപ്പത്തി പുസ്തകം 39:11 വായിച്ചേ. അവിടെ ആദ്യത്തെ അങ്കി അപ്പൻ കൂടി നഷ്ടപ്പെടുമ്പോ അതിന് 39:11-12 വായിച്ചേ. ഒരു ദിവസം അവൻ തന്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു, വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ല. യോസഫിനെ കുറിച്ചാ പറയുന്നത് കേട്ടോ. യോസഫ് എവിടെയാണ്? ഇസ്രായേലിലാണ്. വായിച്ചു. ഒരു ദിവസം അവന്റെ വീട്ടിൽ പ്രവൃത്തി ചെയ്യാൻ ചെന്നു, അവൾ അവന്റെ വസ്ത്രം പിടിച്ചു. 12-ാമത്തെ വാക്യത്തിൽ അവൾ തന്റെ വസ്ത്രം പിടിച്ചു, എന്നോട് കൂടെ ക്ഷയിക്ക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. നോക്കിക്കോണം. ആദ്യം സഹോദരന്മാർ വലിച്ചു പറിച്ചെടുത്തു. രണ്ടാമത്തത് പാപം ചെയ്യാത്തോണ്ട് അവിടത്തെ രാജാവിന് പോത്തിമർ അവളെ വസ്ത്രത്തെ പറിച്ചു കീറിയെടുത്തു. രണ്ടും നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അനുഗ്രഹത്തിൽ വന്നപ്പോ അവൾ പറയുന്ന വാക്ക് കേൾക്കാത്തോണ്ട് അവളെ വസ്ത്രത്തെ അപകരിച്ചിട്ട് പറഞ്ഞു. അവസാനം രാജാവ് എന്ന സമയത്ത് പറയാണ്, നീ കൊണ്ടുവന്ന ബാലൻ എന്നോട് പാപം ചെയ്യാൻ വന്നു, അതുകൊണ്ട് ഞാൻ ഈ വസ്ത്രത്തെ പിടിച്ചെടുത്ത് തെളിവ് കൊടുത്തപ്പോ നേരെ യോസേഫിനെ എവിടെ കൊണ്ടുപോയി? കാരാഗൃഹത്തിൽ കൊണ്ടുപോയി. പാപം ചെയ്യാത്തോണ്ട് യോസേഫ് എങ്ങോട്ട് പോയി? കാരാഗൃഹത്തിൽ. അവിടെയും അവന്റെ അങ്കി എന്നുവെച്ചാൽ വിശ്വസ്തയുടെ അങ്കി നഷ്ടപ്പെടുന്നുണ്ട്. ആദ്യത്തെ അങ്കി അപ്പന്റെ മകൻ എന്നുള്ള അങ്കി നഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ അങ്കി നഷ്ടപ്പെടുന്നു. എവിടെ വെച്ച് നഷ്ടപ്പെടുന്നു? വിശ്വസ്തയുടെ അങ്കി നഷ്ടപ്പെടുകയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും വിശ്വസ്തയുടെ അങ്കി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. അത് നഷ്ടപ്പെട്ട് അടുത്ത് എവിടെ പോയി? കാരാഗൃഹത്തിലോട്ട് പോയി. കാരാഗൃഹത്തിൽ കുറെ ദിവസം കാരാഗ്രഹം കഴിഞ്ഞപ്പോ അടുത്ത് തന്നെ ആരാണോ കാരാഗ്രഹത്തെ അടച്ചോ ആ വ്യക്തിയെ കൊണ്ട് തന്നെ ദൈവം ഇടപെടുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41:42 വാക്യത്തിൽ 42-43 വായിച്ചു. ഫറവോൻ തന്റെ കയ്യിൽ നിന്നും മുദ്രമോതിരം ഊരി
യോസേഫിന്റെ കൈക്കിട്ടു, അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. അവന് നേർമയുള്ള നഷ്ടപ്പെട്ടു പോയ 2 വസ്ത്രം നഷ്ടപ്പെട്ടപ്പോ, ഒന്ന് മകൻ എന്നുള്ള അംഗീകാരത്തിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു, വിശ്വാസം. അടുത്ത് നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സർപ്പിളിമാല അവന്റെ കഴുത്തിൽ ഇട്ടു. അതാ അംഗീകാരത്തിന്റെ വസ്ത്രം ഉടുപ്പിക്കുന്നു. 2 പേര് ഊരിയെടുത്തപ്പോ അതിന്റെ 2ാമത്തെ വട്ടത്തിൽ സ്വർഗം പറയുന്നു, നിന്നെ ധരിപ്പിക്കുവാൻ നീ വിശ്വാസത്തോടെ നിൽക്കുമെങ്കിൽ നീതിയുടെ വസ്ത്രം നിന്നെ ധരിപ്പിക്കൂ. നീ വിശ്വാസത്തോടെ നിൽക്കുമെങ്കിൽ 2025 നീ വിശ്വാസത്തോടെ നിന്നാൽ നീതിയുടെ വസ്ത്രം ധരിപ്പിക്കും. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ, കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസങ്ങളും യോസഫ് അനുഭവിക്കേണ്ടി വന്നു. ഞാൻ ഒറ്റ വാക്കിൽ അല്ല കമ്പി വാക്യത്തിലാണ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ യോസഫ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അല്ലെ, പൊട്ടക്കിണറിനകത്ത് പോയി, അടുത്ത അടിമത്തത്തിലോട്ട് പോയി, അവസാന കാരാഗ്രഹത്തിലോട്ട് പോയി. പക്ഷെ അവസാനം തിരിച്ചു പിടിച്ചു. വിശ്വസ്തയുടെ നീതിയുടെ അങ്കി തിരിച്ചു വന്നു. അതിന്റെ 42ാമത്തെ വാക്യം, തന്റെ 2ാമത്തെ രഥത്തിൽ, അത് മാത്രമല്ല നേർമയുടെ വസ്ത്രം ധരിച്ചിട്ട് അടുത്ത് എന്താ ചെയ്തത്? തന്റെ 2 ഫറവോൻ തന്റെ 2ാമത്തെ രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവനെ മിസ്രൈം ദേശത്തിന്റെ മേലധികാരിയാക്കി മാറ്റി. ദൈവം മേലധികാരി മാറ്റി. നേർമയുള്ള വസ്ത്രം വരുമ്പോ ചില അധികാരം കൊണ്ട് നിനക്ക് ദൈവം തരുന്നുണ്ട്. അധികാരത്തിന്റെ മേലധികാരിയാക്കി ദൈവം മാറ്റി. എന്ന സ്വർഗത്തിലെ ദൈവം രക്ഷാവസ്ത്രം നമുക്ക് വേണ്ടി ഒരുങ്ങുമ്പോ 10ാമത്തെ വാക്യത്തെ പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? രക്ഷാവസ്ത്രം, നീതി എന്ന അങ്കി ഉടുപ്പിച്ചിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 2:11 വാക്യം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. മതി. കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണം നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. രക്ഷയായി, രക്ഷയുടെ വസ്ത്രമായി, നീതിയുടെ വസ്ത്രമായി ആരെ പട്ടണത്തിൽ ജനിച്ചു? ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. നമ്മുടെ രക്ഷയായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നീതിയുടെ അങ്കിയായി നമുക്ക് വേണ്ടി അവൻ നമുക്ക് വേണ്ടി നീതിയുടെ അങ്കിയായി സ്വർഗത്തിലെ ദൈവം അവൻ നമ്മെ അണിയിച്ചു. ഇത് നമുക്ക് വേണ്ടി അങ്കി അണിയിക്കുന്നുണ്ട്. നീ ദൈവത്തോട് നിന്ന് കഴിഞ്ഞാൽ, നീ ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നീതിയുടെ അങ്കി ആര്? നമുക്ക് വേണ്ടി ജനിച്ച കർത്താവ് യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി രക്ഷയുടെ വസ്ത്രം ധരിക്കുവാൻ. ഈ രക്ഷയുടെ വസ്ത്രത്തിനകത്തായിരിക്കണം നീയും ഞാനും. കർത്താവ് എന്ന രക്ഷയുടെ വസ്ത്രം, കർത്താവ് യേശു ക്രിസ്തു എന്ന രക്ഷകൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ. ഈ രക്ഷകന്റെ വസ്ത്രത്തിനകത്ത് രക്ഷ ആർക്കുള്ളത്? നമുക്കുള്ളത്. നമുക്ക് വേണ്ടി രക്ഷിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ സകല മഹത്വവും സ്വർഗത്തിൽ വെച്ച് ഇന്നൊരു ശിശുവായിട്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന യേശുവിനെ നീ കാണണം. എന്നെ രക്ഷിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. നീതിയുടെ അങ്കി നിന്നെ അണിയിച്ചിട്ടുണ്ട്, നീതിയുടെ അങ്കി നിന്നെ പുതപ്പിച്ചിട്ടുണ്ട്. നീതി മാത്രം. അതുകൊണ്ട് സത്യത്തിലും നീതിയിലും സത്യത്തിലും ആത്മാവിലും സത്യത്തിലും നീതിയിൽ മാത്രം നടക്കുക. ഇതാ വിളിച്ചു പറയുന്നുണ്ട്, വചനം നിന്നെ ഉടുപ്പിക്കുന്ന വർഷം. ഈ വർഷം ദൈവം നിന്നെ അവൻ നീതി എന്ന അങ്കി ഉടുപ്പിക്കുകയും ഭൂമി തൈകളെ മുളപ്പിക്കുന്ന പോലെയോ തോട്ടത്തിനകത്ത് വിത്തിനെ കിളിപ്പിച്ച പോലെയോ യഹോവയായ കർത്താവ് സകല ജാതികൾക്ക് നീതിയും സ്തുതിയും മുളപ്പിക്കും. രക്ഷാവസ്ത്രം. നിങ്ങൾ യേശുവിലായിരുന്നാൽ നശിച്ചു പോകത്തില്ല. നിന്റെ തലമുറ നശിക്കത്തില്ല. നിന്റെ കുടുംബത്തെ രക്ഷിക്കും. നിന്റെ സംരക്ഷണം. ഈ വർഷത്തിലെ വാഗ്ദത്തം പറയാ, ഞാൻ നിന്റെ കുടുംബത്തെ സംരക്ഷിക്കും, നിന്റെ തലമുറ ഞാൻ സംരക്ഷിക്കും. ദൈവത്തിന്റെ സംരക്ഷണമായിരിക്കണം. ഇന്ന് ഈ ലോകം കടന്നു പോകുന്നത് അതിഭയങ്കരമായ പ്രതികൂലത്തിന്റെ ഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആരുടെ കയ്യിൽ കൊടുക്കണം? യേശുവിന്റെ കയ്യിൽ കൊടുക്കണം. നമ്മളെ കുടുംബത്തെ ആരുടെ കയ്യിൽ കൊടുക്കണം? യേശുവിന്റെ കയ്യിൽ കൊടുക്കണം. പൂർണ്ണമായി നമ്മളെ സഭയെ ആരുടെ കയ്യിൽ കൊടുക്കണം? ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കണം. ഇതാ ഇതിന്റെ അടിസ്ഥാനമായിരിക്കുന്ന ക്രിസ്തു, നമ്മളെ കുടുംബത്തിന്റെ മേൽ രക്ഷകനായിരിക്കുന്ന ദൈവം, സകലത്തിന്റെ മേൽ അനുഗ്രഹിക്കുന്ന ദൈവം, അവർ രക്ഷാവസ്ത്രം കൊണ്ട് നമ്മെ അണിയിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് നമുക്ക് സമാധാനമായിരിക്കാം. രക്ഷ നമുക്കുണ്ടെങ്കിൽ സമാധാനമായി യാത്ര ചെയ്യാം. രക്ഷ നമുക്കുണ്ടെങ്കിൽ സമാധാനം മുന്നോട്ട് പോകാം.
കുഞ്ഞുങ്ങൾക്ക് രക്ഷയുണ്ടെങ്കിൽ സമാധാനമായി പഠിക്കാം, രക്ഷയുണ്ടെങ്കിൽ സമാധാനം പരീക്ഷ എഴുതാം, രക്ഷയുണ്ടെങ്കിൽ സമാധാനമായി എല്ലാം ചെയ്യാം. നമുക്ക് രക്ഷ നമുക്കിടെ സമാധാനമായി കിടന്നുറങ്ങുക. ഇന്നെല്ലാ സമാധാനത്തിന്റെ ദൈവമായിരിക്കുന്ന ക്രിസ്തു നിങ്ങൾക്ക് സമാധാന രക്ഷ നിങ്ങളെ അണിയിച്ചിരിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഈ രക്ഷ വിട്ടു പോകാതെ, ഈ രക്ഷ കളയാതെ, ഈ രക്ഷ അലസ്യമായി കളയാതെ, അഗണ്യമായി കളയാതെ ദൈവത്തെ മുറുകെ പിടിക്കുക. ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഈ ദൈവ പ്രത്യാശയോടെ എന്റെ ദൈവം എന്റെ കുടുംബത്തെ, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ തലമുറകളെ എന്റെ ദൈവത്തിന്റെ കരങ്ങളിലാണെങ്കിൽ ഞാൻ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, പൂർണ്ണമായി എനിക്ക് സന്തോഷിക്കാൻ കഴിയും. അതാ വചനം പറഞ്ഞു, ഞാൻ യഹോവയിൽ സന്തോഷിക്കും. 2025 നമ്മളെ സന്തോഷമൊക്കെ എവിടെയായിരിക്കണം? യഹോവയിലായിരിക്കണം. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം, നമ്മളെ സന്തോഷമെല്ലാം ആലയത്തിനകത്തായിരിക്കണം. നമ്മുടെ എന്ത് വന്നാലും, ബർത്ത്ഡേ വന്നാലും എന്ത് വന്നാലും ആഘോഷമൊക്കെ എവിടെ ആയിരിക്കണം? ചർച്ചിലായിരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്ത് ആഘോഷം വന്നാലും ചർച്ചിനകത്താണ്. വീട്ടിൽ വെച്ച് ഒരു ആഘോഷവുമില്ല. എന്ത് ആഘോഷം വന്നാലും നമ്മുടെ പള്ളിക്കകത്താണ്. വരുന്നവർ വന്നാൽ മതി. പലരും വരാത്തവരുണ്ട്. വേണ്ട, ദൈവം ഉണ്ടല്ലോ, കർത്താവുണ്ടല്ലോ, എൻ്റെ സന്തോഷം ദൈവമുണ്ടല്ലോ. ഇല്ലാത്തൊരു വരണ്ട. നമുക്ക് ആലയവുമായി ബന്ധപ്പെട്ടുള്ള മതി. ഹല്ലേലൂയ. ആലയമില്ലാത്തൊരു സന്തോഷം വേണ്ട. എനിക്ക് സന്തോഷിക്കണമെങ്കിൽ ദൈവമായി സന്തോഷിക്കണം. അതാ സന്തോഷം. യഹോവയിൽ ഞാൻ സന്തോഷിക്കും, ഉല്ലസിക്കുമെന്ന് തിരുവചനം വിളിച്ചു പറഞ്ഞു. ഈ വർഷം സകല സന്തോഷവും നിങ്ങൾ ദൈവത്തിന്റെ ഭാഗത്തായിരിക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആമേ. ദൈവം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. നമ്മുടെ സന്തോഷമായ ജീവിതം ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വെക്കേഷനാണ്, പരീക്ഷയാണ്. നിങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട് കുഞ്ഞുങ്ങൾ തുടർന്ന് ഉല്ലാസമാകട്ടെ. ഒരു തീർത്ഥാടനമോ യേശു കൂടെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സകലവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒരു നിമിഷം കടയ്ക്കാൻ പ്രാർത്ഥിക്കുക. നിത്യന പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. രക്ഷ എന്ന വസ്ത്രം, നീതി എന്ന അങ്കി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉടുപ്പിച്ചനായ സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു മക്കൾ പോലും ശത്രു തട്ടിയെടുക്കാൻ അനുവദിക്കരുത്, നഷ്ടപ്പെടാൻ അനുവദിക്കരുത് അപ്പച്ച. രക്ഷ എന്ന അങ്കി ഞങ്ങളുടെ തലമുറ മേലും, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും, തലമുറ മേലും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറ മേലും, കുടുംബത്തിൻ്റെ മേലും, ഞങ്ങളുടെ ദൈവമക്കളുടെ മേലും, ദൈവസഭയോടും നീതി എന്ന അങ്കി ഞങ്ങളുടെ മേൽ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം അനുവദിം തൻ്റെ കുടുംബങ്ങൾക്ക്, ദൈവമക്കൾക്ക്, ചാനലിലൂടെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി, ഒരു വിടുതലായി തീരട്ടെ. ദൈവത്തിന്റെ സംരക്ഷണത്തിൻ്റെ മേൽ നിന്റെ ഗമനത്തെ, ആഗമനത്തെ പരിപാലിക്കുന്ന ദൈവം സകലത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. God bless you. ആമേൻ.